ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു ബോട്ടോക്സിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഈ ഹെയറിലാണ് ഞങ്ങൾ ഇന്ന് ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ഹെയറിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഒരുപാട് ഫ്രിസ്സി ആയിട്ടുള്ളൊരു ഹെയറാണ്. ഡ്രൈനെസ്സും സ്പ്ലിറ്റൻസും എല്ലാം ഉണ്ട്. ഇത്തരത്തിലുള്ളൊരു ഹെയറിന് ബോട്ടോക്സ് തന്നെയാണ് ഏറ്റവും നല്ലത്. ബോട്ടോക്സ് എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. ഹെയറിന് ഫ്രിസ്സിനെസ്, ഡാമേജ് ഇതെല്ലാം മാറ്റി നല്ല ഷൈനിങ്ങും ഒരു നാച്ചുറൽ ലുക്കൊക്കെ തരും. ഡബിൾ ഷാമ്പൂ വാഷാണ് ഹെയറിന് ചെയ്തത്. പിന്നീട് ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ക്രീം അപ്ലൈ ചെയ്തത് നിഖിലയും അൻസാരയും കൂടെ ആയിരുന്നു. 60 to 65 ഹെയർ വാഷാണ് ഇതിൻ്റെ ലാസ്റ്റിങ് പറയുന്നത്. വീക്കിലി 2 വട്ടം ഹെയർ വാഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇവരുടെ ക്രീം അപ്ലൈയിങ് കാണാൻ നല്ല രസമാണ്, കണ്ടിരിക്കാനൊക്കെ തോന്നും. പിന്നെ ഞങ്ങൾ അയൺ ചെയ്തു. അയണിങ്ങിൻ്റെ കൗണ്ട് അനുസരിച്ചിരിക്കും ഹെയറിൻ്റെ സ്മൂത്ത് ആൻഡ് ലുക്കും. നിഖിലയുടെ ഹെയർ കാണാനും നല്ല ഭംഗിയാണ്. ഞാനായിരുന്നു കട്ട് ചെയ്ത് കളറൊക്കെ ചെയ്ത് കൊടുത്തത്. ഇതാണ് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക്. മൊത്തം കയറി ഇറങ്ങി കിടക്കുമായിരുന്നു. ഞാനൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നു, എല്ലാം കട്ട് ചെയ്ത് പോയി. ഇപ്പം ഡാമേജ് ആയിട്ടുള്ള ഹെയർ എല്ലാം നല്ലപോലെ ഹീലായി, നല്ല ഷൈനിങ്ങും ഫ്രിസിനെസ് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ബോട്ടോക്സ് ഏതൊക്കെ ഹെയറിന് പറ്റും, എന്തൊക്കെയാണ് അതിൻ്റെ ആഫ്റ്റർ കെയർ, ഏതൊക്കെ റേറ്റിലാണ് ഇത് വരുന്നത്, ഇതെല്ലാം അറിയേണ്ടവർ എനിക്ക് DM ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.